മന്ത്രങ്ങൾ വെറും വാക്കുകളാണോ അതോ അതിനകത്ത് വലിയൊരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടോ? മന്ത്രസാധനയുടെ അടിസ്ഥാനപരമായ 5 തൂണുകൾ നമുക്ക് നോക്കാം. എന്താണ് ആ ശക്തിയുടെ രഹസ്യമെന്ന്? അപ്പോ എന്താണ് ഈ മന്ത്രങ്ങളുടെ യഥാർത്ഥ പവർ? എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ മന്ത്രങ്ങളെ അവയുടെ ഉദ്ദേശമനുസരിച്ച് നമുക്ക് പ്രധാനമായും 5 ആയിട്ട് തിരിക്കാം. ഒന്നാമതാണ് ദൈവിക മന്ത്രങ്ങൾ. ഇത് നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ആധ്യാത്മികമായി ഉയരാനും ഏത് പ്രശ്നം വന്നാലും തളരാതെ നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് നേടാനും ഈ മന്ത്രങ്ങൾ നമ്മളെ സഹായിക്കും. രണ്ടാമത്തേത് ഉപാസനാ മന്ത്രങ്ങൾ. ഇതൊരു പാലം പോലെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഇവയ്ക്ക് സാധിക്കും. മൂന്നാമത്തെ വിഭാഗം ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെയാണ്. അതായത് നമ്മളെ ചുറ്റിയുള്ള നെഗറ്റീവ് എനർജിക്കെതിരെയുള്ളൊരു കവചം. ഈ ബാധാദോഷം, കണ്ണേറ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ ഇവ സഹായിക്കും. ഇനി നാലാമത്തത് താന്ത്രിക വശ്യമന്ത്രങ്ങൾ. ഇത് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. ഇത് വെറും ആൾക്കാരെ ആകർഷിക്കാൻ മാത്രമല്ല, നല്ല അവസരങ്ങളെ, നല്ല സാഹചര്യങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള ഒരു മാഗ്നറ്റിക് പവറാണ് ഇത് തരുന്നത്. ഇനി വരുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്, അഥർവ മന്ത്രങ്ങൾ. ഇത് ഡിഫൻസ് അല്ല, ഒരു കൗണ്ടർ അറ്റാക്കാണ്. അതായത് എത്ര വലിയ നെഗറ്റീവ് എനർജി ആയാലും അതിനെ അതേപോലെ തിരിച്ചയക്കും, അതിന്റെ ഉറവിടത്തിലേക്ക് തന്നെ. പക്ഷേ ഒരു മിനിറ്റ്, ഈ 5 തരം ശക്തികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു നിയമമുണ്ട്. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല, നിങ്ങളുടെ സുരക്ഷയുടെ താക്കോലാണ്. എന്തിനാണ് ഈ നിയമം ഇത്രയും ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഹൈ വോൾട്ടേജ് കറന്റ് സാധാരണ ഒരു വയറിലൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? അത് കത്തിക്കരിഞ്ഞു പോകുമല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ചില മന്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുക്കുന്നത് അത്രയും വലിയൊരു എനർജിയാണ്. അതിനെ താങ്ങാൻ നമ്മുടെ ശരീരം റെഡിയല്ലെങ്കിൽ പിന്നെ പറയണ്ട, മാനസികമായും ശാരീരികമായും വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഈ ഹൈ വോൾട്ടേജ് ശക്തിയെ നേരിടാൻ ഞാൻ ശരിക്കും തയ്യാറാണോ? ഓർക്കുക, ശക്തിയുടെ കൂടെ എപ്പോഴും വലിയൊരു ഉത്തരവാദിത്വവും വരും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ചെടുക്കുക.